ഇടുക്കി ദേവികുളത്തെ എൻഡിഎ സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രനായി വട്ടവടയിൽ പ്രചാരണത്തിനെത്തി കേന്ദ്ര പാർലമെന്ററി കാര്യ വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ. കേരളത്തിൽ BJP അധികാരത്തിലെത്തിയാൽ തോട്ടം തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുമെന്ന് എൽ മുരുകൻ പറഞ്ഞു. വട്ടവട കോവല്ലൂരിൽ നടന്ന പ്രചാരണ പരിപാടിയിലാണ് കേന്ദ്രമന്ത്രി വോട്ട് തേടിയത്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിവരിച്ചായിരുന്നു എസ് രാജേന്ദ്രനായുള്ള കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. അതോടൊപ്പം ദേവികുളം മണ്ഡലത്തിലെ പിന്നോക്ക മേഖലയായ വട്ടവടയുടെ ദുരവസ്ഥയും അദ്ദേഹം വിവരിച്ചു. BJP സർക്കാർ അധികാരത്തിലെത്തിയാൽ ദേവികുളം മണ്ഡലത്തിൽ വനവാസികൾ, തോട്ടം തൊഴിലാളികൾ തുടങ്ങിയവരുടെ വീട്, ശുദ്ധജലക്ഷാമം, പട്ടയം, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാവിധ പ്രശ്നങ്ങളും ഉടനടി പരിഹരിക്കപ്പെടുമെന്നും വട്ടവട പഞ്ചായത്തിലെ തകർന്നുകിടക്കുന്ന എല്ലാ റോഡുകളും വട്ടവട ടോപ്പ് സ്റ്റേഷനിൽ നിന്നും തമിഴ്നാട്ടിലെ കൊരങ്ങണിലേക്ക് റോഡും ഗതാഗതയോഗ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. நம்முடைய பிரதமர் அவர்கள் இன்னைக்கு பார்க்கிறோம், பெரிய பெரிய தேசிய ஹைவேக்கள் இந்த மாதிரி இன்னைக்கு வரோம். கொச்சியிலிருந்து மூணாறு வரை பெரிய தேசிய ஹைவே வேலை நடந்து கொண்டிருக்கிறது. கிராம சாலைகளை இணைப்பதற்கான கிராம சாலை திட்டத்தை ஒவ்வொரு பிரதமருடைய கிராம சடக் யோஜனா என்று சொல்லக்கூடிய கிராம சாலைகளை மேம்படுத்துவதற்கான திட்டத்தை நடைமுறைப்படுத்திக் கொண்டிருக்கிறார். இந்த பகுதியில் இருக்கிற மகாராஷ்டிரக்குள்ள இருக்கிற இந்த பகுதியிலும் அங்கு அவர்களுக்கு நம்முடைய சகோதரர்களுக்கு வசதியாக அவர்களுக்கான சாலைகளை ஏற்படுத்தி கொடுக்கப்படும் என்ற വട്ടവടയിലെത്തിയ കേന്ദ്രമന്ത്രി എൽ മുരുകനെയും സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രനെയും കോവിലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും BJP പ്രവർത്തകർ പ്രകടനമായാണ് സ്വീകരിച്ചത്. BJP മുൻ ജില്ലാ പ്രസിഡന്റ് KS അജി, നേതാക്കളായ സോജൻ ജോസഫ്, M രാമർ, GR ഗുരുനാഥൻ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു. തോട്ടം മേഖലയിലെ ലയങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ജനം, ഇടുക്കി.